നമസ്കാരം. ഇന്ന് ഒരു പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. LICയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് പെൻഷൻ പ്ലാന് ഇന്ന് വളരെയധികം ചർച്ചയായി കഴിഞ്ഞു. 21 വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പെൻഷൻ പ്ലാനായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, ഒരു പെൻഷൻ പ്ലാൻ എടുക്കുന്ന സമയത്ത് പലർക്കും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ വളരെ കുറവാണ്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആ പണം തിരിച്ച് നമ്മൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ പെൻഷൻ നഷ്ടപ്പെടുന്ന ഒരു രീതി, അത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ 21 തരം ഓപ്ഷനുകളുമായിട്ട് LICയുടെ പുതിയ സ്മാർട്ട് പെൻഷൻ പ്ലാന് ഇന്ന് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. വളരെ വലിയ സ്വീകാര്യതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്ലാനിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാല്യവും കൗമാരവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞു പോകുമ്പോൾ യൗവനത്തിലേക്ക് വരുന്ന സമയത്ത് മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാര്യയുടെയും ചുമതല അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയും അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് വരുന്ന സമയത്തേക്കുള്ള ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് തയ്യാറാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ വളരെയധികം വ്യക്തികൾക്ക് അതിന് ആ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്തു വെക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടങ്ങളുണ്ട്. സർക്കാർ എംപ്ലോയീസ്, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ റിട്ടയർമെന്റ് കാലഘട്ടത്തിലേക്കുള്ള ഫണ്ടുകൾ അവരുടെ കയ്യിൽ മിക്കവാറും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ മറ്റ് വലിയ വിഭാഗം ആൾക്കാർ, NRIs, പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, കൃഷിക്കാര്, ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ എന്ന് പറയുന്നത് പലപ്പോഴും മുൻകൂട്ടി ചെയ്തു വെക്കാൻ സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലുള്ള വ്യക്തികൾക്ക് എങ്ങനെ ഒരു മികച്ച പെൻഷൻ പദ്ധതി തെരഞ്ഞെടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഒരു വ്യക്തി ജോലി കിട്ടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ 50 അല്ലെങ്കിൽ 55 60 വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ പറ്റുന്ന ഒരു പദ്ധതിയിലേക്ക് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ആ പെൻഷൻ എന്ന് പറയുന്ന വലിയൊരു തുക നമ്മൾ അടച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ അതിന്റെ ബോണസും കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു തുക നമ്മൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ പെൻഷനായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക് ജോലി കിട്ടിക്കഴിയുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കും. എന്നാൽ പലരും റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്തെങ്കിലും രോഗങ്ങൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് തീരെ വയ്യ എന്ന് തോന്നുന്ന സമയത്താണ് റിട്ടയർമെന്റിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. അത് മിക്കവാറും ഒരു 50 വയസ്സിന് ശേഷമായിരിക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അതിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്, തുടർച്ചയായിട്ട് അടയ്ക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പദ്ധതികൾ എടുക്കണമെങ്കിൽ ഒരു സിംഗിൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത തുക നമ്മൾ ഒന്നിച്ചടച്ചുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും നമുക്ക് റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതികളുണ്ട്. അതിലൊന്നാണ് LICയുടെ സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് 21 ഓപ്ഷനുകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ഈ 21 പദ്ധതികൾ. അതിൽ ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് പരിശോധിക്കാം. അതില് ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഒരു നിശ്ചിത തുക അദ്ദേഹം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതിയാണ്. ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ മാസവും അദ്ദേഹം നിക്ഷേപിച്ചുള്ള തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള പെൻഷൻ കിട്ടും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 വർഷം നിർബന്ധമായിട്ടും കിട്ടും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കും. ഇനി അദ്ദേഹം പെട്ടെന്ന് എന്തെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശിയായിട്ട് ആരെയാണോ വെച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് ഇതേ എമൗണ്ട് അടുത്ത 5 വർഷം കൊടുക്കും.
ഈ 5 വർഷത്തിന് ശേഷം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 10 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും പെൻഷൻ നൽകും. അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കും. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 15 വർഷം നിർബന്ധമായും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പെൻഷൻ നൽകും. 15 വർഷത്തിന് ശേഷം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് പെൻഷൻ നൽകും. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 20 വർഷം നിർബന്ധമായിട്ടും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പെൻഷൻ നൽകും. 20 വർഷത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ നൽകും. എന്തുകൊണ്ടാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നൽകുന്നു പറയുന്നത്? നമുക്കറിയാം, വലിയൊരു തുക നിക്ഷേപിച്ചുകൊണ്ടാണ് പലപ്പോഴും പെൻഷൻ ആൾക്കാർ തുടങ്ങി വെക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തില് ഒരു വലിയ തുക 1 കോടി രൂപയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയോ ഒരു വ്യക്തി നിക്ഷേപിച്ചു. 1 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശിയായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഫീൽ ചെയ്യും. അത് ഒഴിവാക്കിയെടുക്കാനാണ് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാന്ന് പറയുന്നത്. പെൻഷൻ ജീവിതകാലം മുഴുവൻ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോവുകയാണ്. അങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഞാനിപ്പോ പറഞ്ഞ 5 ഓപ്ഷനുകൾ. ഇനി ആറാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓരോ വർഷം കഴിയുന്നോറും നമ്മുടെ പണപ്പെരുപ്പത്തിന്റെ തോത് കൂടി വരികയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കിട്ടുന്നതിന് ജീവിതകാലം മുഴുവൻ കിട്ടുമ്പോൾ പലപ്പോഴും നമുക്ക് കുറെ കഴിയുന്ന സമയത്ത് നമുക്ക് സ്ട്രഗിൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരല്പം വർധനവ് വന്നു കഴിഞ്ഞാൽ, വർഷാവർഷം വർധനവ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിന് പറ്റുന്ന 2 ഓപ്ഷനുകളാണ് അടുത്തത്. അതായത് ഇന്ന് നമുക്ക് എത്രയാണോ പെൻഷൻ തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ 3% കൂടുതലായിട്ട് അടുത്ത വർഷം തരും. അതിന്റെ അടുത്ത വർഷം വീണ്ടും 3% കൂട്ടി തരും. അങ്ങനെ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ 3% അധികമായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതാണ് ആറാമത്തെ ഓപ്ഷൻ. ഇനി ഏഴാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ 6% വെച്ച് ഓരോ വർഷവും വർദ്ധിക്കുന്ന രീതിയിൽ. അതായത് ആദ്യത്തെ വർഷം എത്രയാണോ അദ്ദേഹം പെൻഷൻ വേണമെന്ന് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ തുകയുടെ 6% വെച്ച് ഓരോ വർഷവും വർദ്ധിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരികയാണ്. ഇവിടെ 6% വീതം ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് നാട്ടിലെ സാധനങ്ങളുടെ വിലവർദ്ധനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പെൻഷനും കൂടി കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്കത് കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്ലാനായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഇനി 8ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 5 പ്ലാനുകൾ നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പെൻഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പറഞ്ഞു. അതുപോലെ തന്നെ 6ാമത്തെയും 7ാമത്തെയും അവിടെ ഓരോ വർഷം ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള 3% വെച്ചും 6% വെച്ചും ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. ഇതെല്ലാം ജീവിതകാലം മുഴുവൻ ലഭിക്കുന്ന രീതിയിലാണുള്ളത്. ഇനി അടുത്ത പ്ലാന്, ചില വ്യക്തികൾ പറയാറുണ്ട്, എനിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പെൻഷൻ വേണം, എന്റെ കാലം കഴിയുമ്പോൾ ഈ നിക്ഷേപിച്ച തുക എന്റെ അവകാശിക്ക് കൊടുക്കുമെന്ന് പറയാറുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് 8ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത്. അതായത് ഇദ്ദേഹം ഒരു തുക നിക്ഷേപിച്ചു, അടുത്ത മാസം മുതൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പെൻഷൻ നൽകും. അദ്ദേഹത്തിന്റെ കാലശേഷം ആരാണോ അവകാശി, ഭാര്യയാണോ മക്കളാണോ സഹോദരിയാണോ ആരാണോ അവകാശി വരണമെങ്കിൽ അവർക്ക് ആ നിക്ഷേപിച്ച അത്രയും തുക അവർക്ക് കൊടുക്കും. അതാണ് 8ാമത്തെ ഓപ്ഷൻ. ഇനി 9ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം പെൻഷന് വേണ്ടിയിട്ട് വാങ്ങി, അദ്ദേഹത്തിന് കുറെ കഴിയുന്ന സമയത്ത് ഒരു ഫണ്ട് ആവശ്യമായിട്ട് വരികയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്തോളം കൂടുതൽ കാലം ഈ തുക അവിടെ നിക്ഷേപിച്ചു, എനിക്ക് പെൻഷൻ കിട്ടുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഇടയ്ക്ക് എന്റെ പണം എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ള അതിനുള്ള ഓപ്ഷനാണ് അടുത്തത്. അതായത് 75 വയസ്സാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇട്ട തുകയുടെ 50% തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. 75ാമത്തെ വയസ്സിൽ
പക്ഷെ പെൻഷൻ കണ്ടിന്യൂ ആയിട്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊടുക്കുകയും ചെയ്യും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, 9ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇട്ട തുക 100% 75ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. പക്ഷെ പെൻഷൻ അദ്ദേഹത്തിന് തുടർന്നുകൊണ്ടേയിരിക്കും. നല്ല ഓപ്ഷൻ അല്ലേ? കാരണം ഒരു വ്യക്തി 50-60 വയസ്സിൽ ഒരു തുക നിക്ഷേപിച്ചു, അദ്ദേഹത്തിന് ഒരു നിശ്ചിത തുക വെച്ച് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 75ാമത്തെ വയസ്സിൽ അദ്ദേഹം നിക്ഷേപിച്ച തുക അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കിട്ടി. അതാണ് 9ാമത്തെ ഓപ്ഷൻ. ഇനി 10ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ചിലർക്ക് 75 വയസ്സിൽ വേണമെങ്കിൽ, ചിലർക്ക് കുറച്ചും കൂടെ കൂടിയിട്ട് മതി, 80ാമത്തെ വയസ്സിൽ മതി എന്ന് പറയും. അപ്പൊ 80ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് 50% 80ാമത്തെ വയസ്സ് കൊടുക്കും. ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കും. ഇനി 10ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പെൻഷൻ ലഭിക്കും, 80ാമത്തെ വയസ്സിൽ 100% ഫണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. നല്ല ഓപ്ഷൻ അല്ലേ? അപ്പോ ആ രീതിയിൽ നമ്മുടെ തുക അവിടെ നിക്ഷേപിക്കുന്നത് നമുക്ക് തന്നെ 80ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടും. അവിടെ അങ്ങോട്ട് നമുക്ക് പെൻഷൻ കിട്ടുകയും ചെയ്യും. അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് പെൻഷനായിട്ട് തരാൻ പറഞ്ഞാൽ അത് തന്നെ ലൈഫ് ടൈം കിട്ടും. ഒപ്പം ഈ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ചില വ്യക്തികൾക്ക് അങ്ങനെ 75-80 വയസ്സ് വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എമർജൻസി ആയിട്ട് ഒരു ഫണ്ടിന്റെ ആവശ്യങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 3 തവണകളായിട്ട് 20% വീതം അദ്ദേഹത്തിന് എടുക്കാനുള്ള ഓപ്ഷനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയുടെ 60% വരെ നമുക്ക് തിരിച്ചെടുക്കാം. അത് എടുക്കുന്ന വ്യക്തിക്ക് 76 വയസ്സാവുന്ന സമയത്ത് അന്ന് മുതൽ 95 വയസ്സ് വരെ ഓരോ വർഷവും 5% വീതം പെൻഷന്റെ കൂടെ അദ്ദേഹത്തിന്റെ എമൗണ്ട് കൂടെ തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക്. അതായത് 75ാമത്തെ വയസ്സിലോ 80ാമത്തെ വയസ്സിലോ ഒന്നിച്ചു തുക വേണ്ട, പകരം 5% വെച്ച് കൂടുതൽ തന്നാൽ മതി. കാരണം ഇന്നുള്ളേക്കാളും 10-25 വർഷം കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന്റെ പണപ്പെരുപ്പും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഇത് മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 76 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഓരോ വർഷവും നമ്മുടെ മുതലിൽ നിന്ന് 5% കൂടെ ഈ പെൻഷന്റെ കൂടെ അഡീഷണൽ ആയിട്ട് തരും. 96 വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീണ്ടും പെൻഷൻ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അടുത്ത ഒരു ഓപ്ഷൻ. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് മാത്രം പെൻഷൻ പോരാ, എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകൻ മുന്നോട്ട് പോകുന്നത്, എനിക്ക് കിട്ടുന്ന അതേ പെൻഷൻ തന്നെ എൻ്റെ ഫാമിലിക്കും വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ജോയിന്റ് ലൈഫായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് അടുത്തത്. ഇവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ വരുമാനം എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കിട്ടും. എനിക്ക് കിട്ടേണ്ട വരുമാനത്തിന്റെ 50%, അതായത് പെൻഷന്റെ 50% എൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ജീവിതകാലം മുഴുവനും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോയിന്റ് ലൈഫായിട്ട് എടുക്കാൻ പറ്റുന്ന സ്കീമാണ് അടുത്തത്. ഇനി അതിന്റെ അടുത്തതെന്ന് പറയുന്നത്, എനിക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും, എൻ്റെ കാലം കഴിഞ്ഞ് അതേ പെൻഷൻ തന്നെ അതേ എമൗണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ മകന്റെ ആരാണ് നമ്മൾ രണ്ടാമത്തെ ജോയിന്റ് ലൈഫായിട്ട് വെക്കണമെങ്കിൽ അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും അതേ എമൗണ്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെയും എൻ്റെ മോന്റെയും അല്ലെങ്കിൽ എൻ്റെ മോളുടെയും പേരിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോന് 18-20 വയസ്സായിട്ടുള്ളെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അതേ എമൗണ്ട് കിട്ടും. ഇനി അതേ എമൗണ്ട് തന്നെ പെൻഷനായിട്ട് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോൾക്കും അവരുടെ ജീവിതകാലം മുഴുവൻ കിട്ടും. പറഞ്ഞാൽ 50, 60, 70 വർഷം വരെ അല്ലെങ്കിൽ 80 വർഷം വരെ ഈ ഒരു പെൻഷനിൽ ഇതേ എമൗണ്ട് തന്നെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പദ്ധതി. അതുപോലെ തന്നെ ഇനി ജോയിന്റ് ലൈഫിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതുണ്ട്. അതായത് ഞാൻ നേരത്തെ ഒരു പ്ലാനിൽ പറഞ്ഞു, ഓപ്ഷനിൽ പറഞ്ഞു 3% വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നിന്ന്. അത് ജോയിന്റ് ലൈഫിലും 2 പേർക്കും 3% ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്.
അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 2 പേർക്കും 6% വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതി. അപ്പോൾ ഒരു സിംഗിൾ ആയിട്ട് ഒരു വ്യക്തി എടുക്കുന്ന സമയത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ജോയിന്റ് ലൈഫിലും കിട്ടുന്നുണ്ട്. 3% വീതം ഇൻക്രീസ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, 6% വീതം ഇൻക്രീസ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ 75-ാമത്തെ വയസ്സിൽ 50% പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. അതേ സ്കീം തന്നെ അവർക്കും പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള പദ്ധതിയുണ്ട്. നമ്മുടെ ജോയിന്റ് ലൈഫായിട്ട് വരുന്ന വ്യക്തിക്ക് അവരുടെ 75-ാം വയസ്സിൽ പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ തന്നെ 100% പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീമുണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷനും നമുക്ക് ഇവിടെ തരുന്ന അതേ രീതിയിൽ തന്നെ നമ്മളുടെ ജോയിന്റ് ലൈഫായിട്ട് വരുന്ന വ്യക്തിക്ക് അവരുടെ 75-ാമത്തെ 80-ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്കീമുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജോയിന്റ് ലൈഫിന് 100% 80-ാമത്തെ വയസ്സിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ. ജോയിന്റ് ലൈഫിന് 75-ാമത്തെ വയസ്സിലും തിരിച്ചെടുക്കാൻ പറ്റുന്ന അതേ ഓപ്ഷൻ. അതായത് നമുക്ക് സിംഗിൾ ലൈഫിൽ ഏതെല്ലാം ഓപ്ഷൻ തന്നോ അതെല്ലാം ജോയിന്റ് ലൈഫിലും നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും. എൻ്റെ സെക്കൻഡ് ലൈഫായിട്ട് ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ ഭാര്യയോ മകനോ മകളോ ആണെങ്കിൽ അവർക്കും അവരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കും. എന്നിട്ട് അവകാശമായിട്ട് ആരെയാണോ വെച്ചിട്ടുള്ളത് അവർക്ക് നമ്മൾ നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പോൾ പണം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതിയുണ്ട്. തിരിച്ചു കിട്ടണ്ട എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതികളുണ്ട്. ഏത് രീതി വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ 21 വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകളോട് കൂടിയിട്ട് തരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പദ്ധതിയാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഭാവിയിലുള്ള റിട്ടയർമെന്റ് ഇൻകം എന്നുള്ള ആ ഒരു സ്ട്രഗിൾ ഒഴിവാക്കാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് കഴിയാവുന്ന എമൗണ്ട് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ ആരംഭിക്കാം. ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇൻട്രസ്റ്റ് റേറ്റുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ ഇന്ന് നമുക്ക് 5 ലക്ഷം നിക്ഷേപിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ചെയ്യാം, 2 ലക്ഷം നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്യാം, 18 വയസ്സ് കഴിഞ്ഞ ഏത് വ്യക്തിക്കും ചെയ്യാം. അപ്പൊ നമ്മള് ഇനി എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മുടെ കയ്യിൽ ചെറിയൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിന്റെ പെൻഷൻ അടുത്ത മാസം മുതൽ കിട്ടൽ തുടങ്ങും. ഇനി 1-2 വർഷം കഴിയുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പെൻഷൻ എമൗണ്ട് കൂടി അങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് 50-60 വയസ്സാവുന്ന സമയത്തേക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കിട്ടുന്ന വരുമാനം എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പെൻഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാനിപ്പോൾ 21 ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് ഓരോരുത്തരുടെയും വയസ്സ് ഏത് പ്ലാന് തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കിയിട്ടാണ് അതിന് നമുക്ക് എത്ര നിക്ഷേപിക്കണം, എത്രയാണ് പെൻഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏത് കാര്യത്തെക്കുറിച്ചാണോ അറിയേണ്ടത്, ഇൻഷുറൻസ് രംഗത്തുള്ള ഏത് കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക്